5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അയ്യോ, സാർ എവിടേക്ക് പോകുന്നേ? അതൊരു പുതിയ ചോദ്യമാണല്ലോ. സാധാരണ ഞാൻ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ചോദ്യം ഇല്ലാത്താണല്ലോ. അയ്യോ, ഞാനങ്ങനെ ചോദ്യം ചെയ്തൊന്നുമല്ല. ഞാൻ കരുതി സാർ ഉച്ചയ്ക്ക് കഴിക്കാൻ കാണുന്നു. ഞാൻ അത് കാരണം ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട്. ഈ കൈവച്ചോ? അടുക്കള കയറി പോരുന്ന ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? അതിന് ഞാനൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നൊക്കെ രാജുവേട്ടനാ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. സാർ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാവോ? തന്റെ ഒരു സ്പെഷ്യൽ വിഭവം മിസ്സാക്കാന്ന് വെച്ചാല് കുറച്ച് സങ്കടമുള്ള കാര്യമാ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിന്ന് പറഞ്ഞ് പോകുന്ന കാര്യം മുടക്കി ഓടി വരണ്ട കേട്ടോ. ഈ മുടി ഇങ്ങോട്ട് മുന്നിലേക്ക് വീണിട്ടെ വല്ലാത്ത ശല്യം. ചീപ്പ് കൊണ്ടപ്പോ വേദനിച്ചു. ഞാൻ ചെയ്തുതരാം. അയ്യോ വേണ്ട സർ, ഞാൻ ഇടത് കൈകൊണ്ട് ചെയ്തോളാം. എനിക്ക് വയ്യാതിരുന്നപ്പോ താൻ എനിക്ക് ഡ്രസ്സ് മാറ്റി തന്നു, മുടി ചീവി തന്നു, ഭക്ഷണം വാരി തന്നു. പിന്നെന്താ കുഴപ്പം? എന്നാലും അത് വേണ്ട സർ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഓക്കെ. ഇതേ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സർ വേണ്ട. അതെ, ഇതൊക്കെ എന്റെ ഒരു അവകാശമാണ്. തിരിഞ്ഞേ. അതെ, താൻ എപ്പോഴും മുടി ഇങ്ങനെ മാത്രമേ ഇടാറുള്ളൂ? വേറെ എന്തോ ടൈപ്പിൽ കെട്ടാറുണ്ടല്ലോ. ഇപ്പൊ എന്താ അങ്ങനെ കെട്ടാത്തെ? അത് വീട്ടിലായിരുന്നപ്പോ ചിലപ്പോ പിന്നീടും. അതെന്താ ഈ പരിപാടി പിന്നീടല്ലേ? അത് മുടി പിന്നീടുന്നത് സാറ് കണ്ടിട്ടില്ലേ? എന്റെ കൈ വേദനിക്കും, ഇല്ലെങ്കിൽ ഞാനിപ്പോ കാണിച്ചു തരായിരുന്നു. അതെ, താൻ കയ്യനക്കണ്ട. അതെങ്ങനെയാണ് ഈ പിന്നീടൽ എന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ ചെയ്തോളാം. അയ്യോ, അത് സാറിനെ കൊണ്ട് നടക്കില്ല. എന്നാ പിന്നെ അത് ചെയ്തിട്ട് എന്നെ ബാക്കി കാര്യം പറ. എങ്ങനെയാന്ന് പറ, ഞാൻ നോക്കട്ടെ. പിന്നീടൽ എങ്ങനെ ചെയ്യാം പറ. ശരി, എന്നാൽ ആദ്യം മുടി 3 ആയിട്ട് മാറ്റണം. ചേച്ചി, അവൾ എന്തൊക്കെയാ ഏട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നേ? ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി വലതുഭാഗത്തെ മുടിയെടുത്ത് നടുവിലത്തെ മുടിയിൽ പിണച്ചു വെക്കണം. ഓക്കെ, അത് ചെയ്തു. ഇനി ഇടതുഭാഗത്തെ മുടിയെടുത്ത് പിണച്ചു വെക്കേ. ഓക്കെ, ഇപ്പൊ ഒരു കെട്ട് വീണോ? വീണു. ഇതാണ് പിന്നല്. ഇതുപോലെ അങ്ങ് അറ്റം വരെ ചെയ്താ മതി. ഓക്കെ, ഞാൻ നോക്കട്ടെ. പതിയെ പതിയെ. ബോഡി ഇത് തീർന്നല്ലോ. ഇത് അറ്റത്തേക്ക് എത്തി. നോക്കട്ടെ. ശരിയായി. മുടി പിന്നിടാൻ പഠിച്ചു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, തനിക്ക് മുടി അഴിച്ചിടുന്നതാ രസം. അപ്പോഴാ എന്റെ ഭാര്യ കൂടുതൽ സുന്ദരിയാവുന്നത്.
എനിക്ക് മുടി അഴിച്ചിടുന്നതാ രസം. അപ്പോഴാ എന്റെ ഭാര്യ കൂടുതൽ സുന്ദരിയാവുന്നത്.